അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. സൂറത്തുൽ അഅറാഫിലെ 23-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ദുആ ആണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിന് എതിരായി ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീബിയും പ്രവർത്തിച്ചതിന് ശേഷം അവർ അള്ളാഹുവിനോട് നടത്തിയ ഒരു പാപമോചനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. സൂറത്തുൽ മആരിജിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ഖുലിക ഹലുആ, മനുഷ്യരെ നാം അക്ഷമരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നഹു കാന ലലൂമൻ ജഹൂല, മനുഷ്യൻ അക്രമകാരിയും അവിവേകിയുമായിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യങ്ങളിലൂടെ തന്നെയാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനറിയാം മനുഷ്യന്റെ ഭാഗത്ത് നിന്നും തിന്മകളും തെറ്റുകളും ഉണ്ടാകുമെന്ന്. എന്നാൽ ആ തെറ്റുകളെ ആരൊക്കെയാണ് പാപമോചനത്തിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ ഒരു പാപമോചനം ഏത് രീതിയിലാണ് നടത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പാപമോചനം അള്ളാഹുവിനോട് നടത്തേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുവാൻ കൂടിയാണ് പരിശുദ്ധ ഖുർആനിലൂടെ ഈ ഒരു ദുആ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും പലതരത്തിലുള്ള പാപങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ്. എന്നാൽ ആ തെറ്റ് മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കൃത്യമായ രീതിയിൽ പാപമോചനം നടത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും എന്നതിന്റെ തെളിവും കൂടിയാണ് ഈ ദുആ. ഈ ദുആ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷകരവും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയുള്ളതുമാക്കി മാറ്റുക. അതിലൂടെ നമ്മുടെ വിജയം നമ്മൾ കരസ്ഥമാക്കുക. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.